പത്തനംതിട്ട കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കളക്ടർ RDOയോട് റിപ്പോർട്ട് തേടി. RDO നൽകുന്ന റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറും. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് 12 വില്ലേജ് ഓഫീസർമാർ ഇന്നലെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതി സമഗ്ര അന്വേഷണത്തിനായി ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറി. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട CPM നേതാക്കളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, മനോജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അടൂർ താലൂക്കിലെ 12 വില്ലേജ് ഓഫീസർമാരാണ് ജില്ലാ കളക്ടർക്ക് ഇന്നലെ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടർ RDOയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറും. സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണത്തിന് പരാതി ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറിയിട്ടുണ്ട്. ഇന്നലെ ഈ വില്ലേജ് ഓഫീസർമാർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: മനോജിന്റെ ആത്മഹത്യയിൽ ഭാഗികമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഭാഗ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണത്തിൽ അന്വേഷണം വേണം. വില്ലേജ് ഓഫീസർമാർക്ക് കൃത്യനിർവഹണം നടത്താൻ സാധിക്കാത്ത തരത്തിൽ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങൾ കൂടി വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണം. ഈ കാര്യങ്ങളായിരുന്നു ഇന്നലെ 12 വില്ലേജ് ഓഫീസർമാർ ഒപ്പിട്ട് നൽകിയ പരാതിയിൽ കളക്ടറോട് പ്രധാനമായും ആവശ്യം ഉന്നയിച്ചത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മനോജിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് നടക്കുന്ന മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് മനോജിന് ഭരണകക്ഷി നേതാക്കളുടെ ഭാഗത്തു നിന്നും മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. മനോജിന്റെ ആത്മഹത്യക്ക് തൊട്ട് പിന്നാലെയുള്ള ദിവസം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. മാനസിക സമ്മർദ്ദം കൂടി വരുന്നു. പ്രദേശത്ത് നടക്കുന്ന മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം ചില ഫോൺ കോളുകൾ വരുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള കാരണമായിരുന്നു ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഈ കാര്യത്തിലും അന്വേഷണം വേണമെന്ന് ഇന്നലെ ഈ വില്ലേജ് ഓഫീസർമാർ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മനോജ് ഉപയോഗിച്ചിരുന്ന ഔദ്യോഗികമായിട്ടുള്ള ഫോൺ ചില ഉദ്യോഗസ്ഥർ ഈ ആത്മഹത്യക്ക് ശേഷം എടുത്തുകൊണ്ട് പോയതായും ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിൽ നിഗൂഢതയുണ്ടെന്നും ചില സംശയങ്ങൾ പ്രകടമാക്കുന്നുണ്ടെന്നും ബന്ധുക്കൾ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ജില്ലാ കളക്ടർ RDOയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സമഗ്ര അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൈമാറിയിട്ടുമുണ്ട്. ഈ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ട പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണം നടത്താൻ സാധിക്കാത്ത തരത്തിൽ തങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന തരത്തിൽ ഈ ബാഹ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യവും പരാതിയിൽ ഇവർ ഉന്നയിച്ചിരുന്നു. ഈ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണം നടത്തുമോ എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. അത് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുന്ന വേളയിൽ ആ സമയത്ത് ചില വിവരങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വിഷ്ണു, വ്യക്തമാണ്. മിഥുനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.